സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സ്ട്രോങ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സ്ട്രോങ് റൂം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതായത് നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സീല് ചെയ്തിട്ട് വെക്കുന്ന റൂമാണ് സ്ട്രോങ് റൂം. പേര് പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റൂമാണ്. അത് ആർക്കെങ്കിലും പോകുന്ന വഴിക്ക് തുറന്ന് വെക്കുന്ന സാധനം അല്ല അത്. അതായത് സെൻട്രൽ ഫോഴ്സിൻ്റെ ഇതും കേരള പോലീസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ മാത്രമേ ഇത് ഓപ്പൺ ആക്കാൻ പറ്റൂ. അതായത് വൺസ് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ടുപോയി സീൽ ചെയ്ത് വെക്കും. പിന്നെ ഇതിൻ്റെ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ റിട്ടേണിംഗ് ഓഫീസർക്കാണ് ഇതിൻ്റെ സൂപ്പർവിഷൻ. അത് മാത്രമല്ല, ഇതിൽ ആരാണോ പർട്ടിക്കുലർ സ്ഥാനാർത്ഥി, ആ ഭാഗത്ത് അവിടെയുള്ള സ്ഥാനാർത്ഥി, അവർക്ക് ഇത് ഒബ്സർവ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടില്ല, ഇപ്പോൾ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി ഫാത്തിമ ദഹ്ലി പറഞ്ഞു, പിന്നെ എനിക്ക് ഇമെയിൽ വന്നിരുന്നു. അതായത് അവരെ ഇൻഫോം ചെയ്തിട്ട് അവിടെ ഓപ്പൺ ആക്കാൻ പറ്റും. ഇതാണ് സ്ട്രോങ് റൂം. ഇത് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് എപ്പോഴും കേൾക്കുന്നൊരു വിഷയമല്ല. സംഗതി ചെറിയ വിഷയമാണെങ്കിലും വല്ലപ്പോഴും കൊല്ലത്തിലെ ഒരു ദിവസം നടക്കുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ പലർക്കും പെട്ടെന്ന് പോകുമ്പോൾ എന്താണ് ഈ സ്ട്രോങ് റൂം എന്ന് മനസ്സിലാത്തൊരു അവസ്ഥ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്.